ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. എല്ലാ മക്കൾക്കും സൈലന്റ് ലേണിംഗിലൂടെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. മക്കളെ, നമ്മുടെ വേവ്സ് എന്ന് പറയുന്ന ലാസ്റ്റ് ചാപ്റ്റർ ഫിസിക്സിന്റെ അതെല്ലാവരും കുഴപ്പിക്കുന്ന ഒരു ചാപ്റ്റർ ആണല്ലേ. എന്നാൽ വളരെ പെട്ടെന്ന് ആ ചാപ്റ്ററിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിട്ട് പോകേണ്ട, എക്സാമിനേഷൻ എപ്പോഴും ചോദിക്കുന്നതായിട്ടുള്ള കുറച്ച് ടോപ്പിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പരിചയപ്പെടാം. അവിടെ നിന്നായിരിക്കും എപ്പോഴും എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. നമുക്ക് നേരെ എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യമായി നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ ട്രാവലിംഗ് വേവ് ആണ്. ഒരു ട്രാവലിംഗ് വേവിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ അവിടെ നിന്നും എക്സാമിന് പ്രോബ്ലം ചോദിക്കാറുണ്ട്. മക്കളെ ശ്രദ്ധിക്കുക, ഇതാണ് ഒരു ട്രാവലിംഗ് വേവിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ. y is equal to a sin kx minus omega t plus y. y എന്ന് പറയുന്നത് നമ്മുടെ ഒരു പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അത് വൈബ്രേറ്റ് ചെയ്യുന്ന വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, y എന്ന് വിളിക്കുന്നത്. a എന്ന് പറയുന്ന ആംപ്ലിറ്റ്യൂഡ് ആണ്, അതായത് ആ ഒരു പാർട്ടിക്കിൾ മാക്സിമം എന്തുമാത്രം ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും പോകുന്നത്, അതാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്, അതിനെയാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. കെ എന്ന് പറയുന്നത് ആംഗുലാർ വേവ് നമ്പറാണ്. ഈ കെയുടെയും ഒമേഗയുടെ വാല്യൂ നിങ്ങൾ എല്ലാവരും പഠിച്ചു വെക്കേണ്ടതാണ്. കെയുടെ വാല്യൂ എന്ന് പറയുന്നത് 2π/λ ആണ്. 2π/λ. ലാംഡ എന്ന് പറയുന്നത് വേവിൻ്റെ ലെങ്ത് ആണ്. നമ്മുടെ കയ്യിൽ ഒരു വേവ് ഉണ്ടെങ്കിൽ ആ വേവിൻ്റെ ലെങ്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ലാംഡ എന്ന് വിളിക്കുന്നത്. വേവ് ലെങ്തിനെയാണ് ലാംഡ എന്ന് നമ്മൾ വിളിക്കുന്നത്. ദെൻ അതിനുശേഷം ഒമേഗയുടെ വാല്യൂ കൂടെ പഠിച്ചു നോക്കുക. ഒമേഗ എന്ന് പറഞ്ഞ ആംഗുലാർ ഫ്രീക്വൻസി ആണ്, അത് 2π/t ആണ്. 2π/t അല്ലെങ്കിൽ 2π × ന്യൂ ആണ് എന്തിൻ്റെ ഇക്വേഷൻ, ആംഗുലാർ ഫ്രീക്വൻസി ഇക്വേഷൻ. ടി ഇസ് എ ടൈം പീരീഡ്. ടൈം പീരീഡ് എന്ന് പറയുന്നത് നമ്മുടെ വേവ് ഇവിടം മുതൽ ഇവിടം വരെ എത്താൻ എടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ടൈം പീരീഡ് എന്ന് വിളിക്കുന്നത്. ടൈം പീരീഡ് എന്ന് പറയുന്നത് വേവ് ഇവിടം മുതൽ ഇവിടം വരെ എത്താൻ എടുക്കുന്ന, ഒരു വേവ് ലെങ്ത് കവർ ചെയ്യാൻ എടുക്കുന്ന ആ ടൈമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ടൈം പീരീഡ് എന്ന് വിളിക്കുന്നത്. ഇനി ഫൈ എന്ന് പറഞ്ഞ ഇനിഷ്യൽ ഫേസ് ആണ്. ഫൈ ഇസ് ദ ഇനിഷ്യൽ ഫേസ് ആണ്. അപ്പോൾ ഇവിടെ നിന്ന് എക്സാമിനേഷന് ഒരു ജനറൽ ഇക്വേഷൻ തരും, എന്നിട്ട് ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ ചോദിക്കും, അല്ലെങ്കിൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ ചോദിക്കും, ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ ചോദിക്കും, ഇനിഷ്യൽ ഫേസ് കണ്ടുപിടിക്കാൻ ചോദിക്കും. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഇവിടെ നെഗറ്റീവ് സൈൻ ആണ് വരുന്നതെങ്കിൽ, കെ എക്സ് മൈനസ് ഒമേഗ ടി ആണ് വരുന്നതെങ്കിൽ അത് ട്രാവൽ ചെയ്യുന്ന ഡയറക്ഷൻ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ ആണ്. ഇനി ഇവിടെ പോസിറ്റീവ് സൈൻ ആണ് വരുന്നതെങ്കിലോ അത് ട്രാവൽ ചെയ്യുന്ന ഡയറക്ഷൻ നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ ആണ്. ഇവിടെ നിന്നും അത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഇക്വേഷൻ എന്ത് ചെയ്യണം, ഉറപ്പായി നിങ്ങൾ പഠിച്ചിട്ട് പോകേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ഇക്വേഷനാണ് y is equal to a sin kx minus omega t plus y, അല്ലെങ്കിൽ y is equal to a sin kx plus omega t plus y. എന്തിൻ്റെ ഇക്വേഷനാണ്, ഒരു ട്രാവലിംഗ് വേവിൻ്റെ ഇക്വേഷനാണ്. ദെൻ അതിനുശേഷം നമ്മൾ അടുത്ത് നോക്കുകയാണെങ്കിൽ സ്പീഡ് ഓഫ് ട്രാൻസ്വേഴ്സ് വേവ്. ട്രാൻസ്വേഴ്സ് വേവിൻ്റെ സ്പീഡുമായിട്ട് റിലേറ്റ് ചെയ്ത് എക്സാമിന് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഇവിടെ നിന്ന് പ്രോബ്ലവും അതേപോലെ തന്നെ ഇക്വേഷൻ എഴുതാനും ചോദിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കിയാലോ, ട്രാവലിംഗ് വേവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ്, വെലോസിറ്റി ഇക്വേഷൻസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതിൻ്റെ ആദ്യം വരുന്നത് ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ്, ഒരു സ്ട്രിങ്ങിനെ വലിച്ചു നീട്ടി വെച്ചിരിക്കുകയാണ്, അതാണ് സ്ട്രെച്ച്ഡ് സ്ട്രിങ് എന്ന് പറയുന്നത്. ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിനകത്തൂടെ വേവ് ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റി ഇക്വേഷൻ എല്ലാവരും പഠിച്ചു വെച്ചോളുക. v is equal to √t/μ. എന്താണ് ഈ മ്യൂ എന്ന് പറയുന്നത്? മ്യൂ എന്ന് പറയുന്നത് മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. ഈ സ്ട്രിങ്ങിൻ്റെ മാസ് ആണ് എം എന്ന് പറയുന്നത്. ഈ സ്ട്രിങ്ങിൻ്റെ ടോട്ടൽ ലെങ്ത് L ആണെങ്കിൽ ഒരു യൂണിറ്റ് ലെങ്തിലുള്ള മാസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മ്യൂ. മ്യൂ ഇസ് ദ മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. ദെൻ അതിനുശേഷം എന്താണ്, ലോഞ്ചിറ്റ്യൂണൽ വേവിൻ്റെ അല്ലെങ്കിൽ ഒരു സൗണ്ടിൻ്റെ സ്പീഡാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പം ലോഞ്ചിറ്റ്യൂണൽ വേവിൻ്റെ സ്പീഡിൻ്റെ ഇക്വേഷൻ എല്ലാവരും പഠിച്ചു വെച്ചാൽ വളരെ സിമ്പിൾ ഇക്വേഷനാണ്. v is equal to √b. b is a bulk modulus. ഇപ്പോൾ നമ്മുടെ നമ്മുടെ സൗണ്ട് എയറിലൂടെയാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പം ആ എയറിൻ്റെ ആ ഒരു അറ്റ്മോസ്ഫിയറിൻ്റെ ബൾക്ക് മോഡുലസിനെയാണ്, അല്ലെങ്കിൽ എയറിൻ്റെ ബൾക്ക് മോഡുലസിനെയാണ് നമ്മൾ ബി എന്ന് വിളിക്കുന്നത്. അപ്പോൾ റോ എന്ന് വെച്ചാൽ എന്തായിരിക്കും, റോ എന്ന് പറയുന്നത് ഡെൻസിറ്റിയാണ്. അപ്പോൾ ഇവിടുത്തെ എയറിൻ്റെ ഡെൻസിറ്റിയാണ് റോ എന്ന് പറയുന്നത്. റെഡിയല്ലേ? എല്ലാ മക്കളും എന്ത് ചെയ്യുക, ഈ ഇക്വേഷൻ പഠിച്ചു വെക്കേണ്ടതാണ്. അതിനുശേഷം നമ്മൾ അടുത്ത് സ്റ്റേഷനറി വേവിനെ കുറിച്ച് അറിയണം. സ്റ്റേഷനറി വേവ് എന്താണെന്ന് അറിയണം. എക്സാമിന് ചോദിക്കും, വാട്ട് ഈ സ്റ്റേഷനറി വേവ്? സ്റ്റേഷനറി വേവ് എന്ന് പറയുന്നത് മക്കളെ, ഒരു വേവ് ഇങ്ങോട്ടേക്ക് സഞ്ചരിക്കുകയാണ്, ഇങ്ങനെ പോയി ആ വേവ് ഒരു ബൗണ്ടറി പോയി എന്ത് ചെയ്തു, ഇടിച്ചു, തിരിച്ചു വന്നു. യെസ്, ഇത് ഇൻസിഡൻറ്റ് വേവ് ആണ്. ഇതെന്താണ്, റിഫ്ലക്റ്റഡ് വേവ് ആണ്. ഈ ഇൻസിഡൻറ്റ് വേവും റിഫ്ലക്റ്റഡ് വേവും എന്ത് ചെയ്യും, കൂടിക്കലരും, സൂപ്പർ ഇമ്പോസ് ചെയ്യും. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, സ്റ്റേഷനറി വേവ് കിട്ടുന്നത്. അപ്പോൾ സ്റ്റേഷനറി വേവ് എന്ന് പറയുന്നത് ഒരേപോലത്തെ രണ്ട് വേവുകൾ, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്ന രണ്ട് വേവുകൾ എന്ത് ചെയ്യുന്നു, സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, സ്റ്റേഷനറി വേവ് കിട്ടുന്നത്. അപ്പോൾ എന്താണ് സ്റ്റേഷനറി വേവ്? ടു ഐഡൻറ്റിക്കൽ വേവ്സ്, സെയിം ആംപ്ലിറ്റ്യൂഡ് ആൻഡ് സെയിം ഫ്രീക്വൻസി, ട്രാവലിംഗ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്ന രണ്ട് വേവുകൾ തമ്മിൽ, ഒരേപോലത്തെ രണ്ട് വേവുകൾ തമ്മിൽ സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സാധനമാണ് സ്റ്റേഷനറി വേവ്. അത് ട്രാവൽ ചെയ്യത്തില്ല. മറ്റേത് ട്രാവലിംഗ് വേവ് ആണെങ്കിൽ ഇത് സ്റ്റേഷനറി വേവ് ആണ്. ഇനി അവിടെ അറിഞ്ഞിരിക്കേണ്ടത്, ഒരു സ്റ്റേഷനറി വേവിനെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്.
ഇത് പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഒരു സിമ്പിൾ ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ അങ്ങോട്ട് പോകുന്ന വേവ് എന്ന് സങ്കല്പിക്കുക, ഇതാണ് തിരിച്ചു വരുന്ന വേവ് സങ്കല്പിക്കുക. അപ്പോൾ എന്ത് കിട്ടി? സ്റ്റേഷൻ വേവ് കിട്ടി. ആക്ച്വലി വരച്ച് വെച്ചിരിക്കുന്ന ആംപ്ലിറ്റ്യൂഡിന് എൻവലപ്പാണ്. അപ്പോൾ സിമ്പിളി മനസ്സിലാക്കാൻ വേണ്ടി, സിമ്പിളി ബൈഹാർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞു തരാം. ഇങ്ങനെ പോകുന്ന ഒരു വേവ്, തിരിച്ചൊരു വേവ് വരുന്നു, ഈ രണ്ട് വേവിനോട് സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? സ്റ്റേഷനറി വേവ് കിട്ടി. ഈ സ്റ്റേഷനറി വേവിനകത്ത് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യമുണ്ട്. ഈ പോയിന്റുകൾ കണ്ടോളാം മക്കളെ, ഇതിനെയാണ് നമ്മൾ നോഡ് എന്ന് വിളിക്കുന്നത്. ഇനി ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആൻറ്റിനോഡ് എന്ന് വിളിക്കുന്നത്. ആൻറ്റിനോഡ്, മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ്. അതായത് ഇവിടെയുള്ള പാർട്ടിക്കിൾ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റിൽ വൈബ്രേറ്റ് ചെയ്യും, ഇവിടെയുള്ള പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യൂല. ഓക്കെ അല്ലടാ? ആൻറ്റിനോഡും അതേപോലെ എന്താണ്? നോഡും. ഇനി ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നിങ്ങൾ നോക്കിയിട്ട് പോകേണ്ട ഡെറിവേഷൻ ഉണ്ട്. 3 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. എന്താണ്? സ്റ്റാൻഡിങ് വേവ് ആണ് സ്ട്രെച്ച്ഡ് സ്ട്രിങ്, അതേപോലെ ഓപ്പൺ പൈപ്പ്, അതേപോലെ ക്ലോസ്ഡ് പൈപ്പ്. ഈ 3 ഇൻസ്ട്രുമെൻറ്റിനകത്ത്, അതായത് നമ്മുടെ സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിനകത്തും ഓപ്പൺ പൈപ്പിനകത്തും ക്ലോസ്ഡ് പൈപ്പിനകത്തും നമ്മൾ സ്റ്റാൻഡിങ് വേവിനെ ജനറേറ്റ് ചെയ്യിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യമായി നോക്കാനായിട്ട് പോകുന്നത് ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ് ആണ്, വലിച്ചു നീട്ടി വെച്ചിരിക്കുന്ന സ്ട്രെച്ച്ഡ് സ്ട്രിങ് ആണ്. അപ്പോൾ ഈ സ്ട്രിങ്ങിനകത്ത് സ്റ്റാൻഡിങ് വേവ് ഉണ്ടായി. അപ്പോൾ ഏറ്റവും ഫണ്ടമെൻ്റലായിട്ട് കിട്ടുന്ന വേവാണ് ഈ വരച്ച് വെച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇതാണ് സ്റ്റാൻഡിങ് വേവിൻ്റെ പാറ്റേൺ. ദിസ് ഈസ് ദ പാറ്റേൺ ഓഫ് സ്റ്റാൻഡിങ് വേവ്. അപ്പോൾ നോക്കിയേ, ഈ സാധനം എന്ന് പറഞ്ഞാൽ ഫണ്ടമെൻ്റൽ അല്ലേ, ഏറ്റവും ബേസിക് ആയിട്ട് വരക്കാൻ പറ്റുന്നതല്ലേ. അപ്പോൾ ഇതാണ് ഫണ്ടമെൻ്റൽ മോഡ് ഓഫ് വൈബ്രേഷൻ, അല്ലെങ്കിൽ ഫസ്റ്റ് ഹാർമോണിക് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ പോകുന്നു. ഫ്രീക്വൻസി ഡിക്കേഷൻ, ഇവിടെ വെലോസിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. വെലോസിറ്റി അല്ല, ഫ്രീക്വൻസിയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഫ്രീക്വൻസി ഡിക്കേഷൻ അറിയുക. ഈ ഇക്വേഷൻ എന്താണ്? ന്യൂ ഈക്വൽ ടു വി ബൈ ലാംഡയാണ്. ഈ ഇക്വേഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഹാർമോണിക് ആയതുകൊണ്ട് ന്യൂ1 കൊടുക്കാം, ഇവിടെ ലാംഡ1 കൊടുക്കാം. റെഡി അല്ലേടാ? ഇനി വളരെ സിമ്പിളാണ്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഇതാണ് നമ്മുടെ സ്ട്രിങ്ങിൻ്റെ നീളം. അതിനെ നമുക്ക് എന്ത് വിളിക്കാം? എൽ എന്ന് വിളിക്കാം. അപ്പോൾ എൽ ഈസ് ഈക്വൽ ടു, ഇതൊരു വേവിൻ്റെ പകുതിയാണുള്ളത്. അതായത് നമ്മുടെ സ്റ്റാൻഡിങ് വേവിനകത്ത് ഇവിടം മുതൽ ഇവിടം വരെയുള്ള ദൂരമാണ്, ഇവിടം വരെയുള്ള ദൂരമാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലാംഡ എന്ന് വിളിക്കുന്നത്. കാരണം നിങ്ങൾ നോക്കി, ഒരു വേവ് കണ്ടോ, ഒരു വേവ് എന്ന് പറയുമ്പോൾ ഇതല്ലേടാ, ഒരു വേവ് എന്ന് വെച്ചാൽ ഇതല്ലേടാ. അപ്പോൾ ഈ നോഡ് മുതൽ ഈ നോഡ് കഴിഞ്ഞ് അടുത്ത നോഡ് വരെ, യെസ്, ഈ ദൂരത്തിനെയാണ് നമ്മൾ ലാംഡ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ 2 നോഡുകൾ തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് എന്തായിരിക്കും? λ/2 ആണ്. ഓക്കെ അല്ലേടാ? ഒരു നോഡും ഒരു ആൻറ്റിനോഡും തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് അത് λ/4 ആണ്. അതിൻ്റെ പകുതി, λ/2ൻ്റെ പകുതി λ/4 ആണ്. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയാൽ മക്കളെ, എല്ലാവരും ഇങ്ങോട്ട് നോക്കിയാടാ, ഇതെന്താടാ? ഒരു വേവിൻ്റെ പകുതി പോർഷൻ മാത്രമേ ഉള്ളൂ, ദാറ്റ് ഈസ് λ/2 അല്ലേ? അപ്പോൾ അവിടെ നമുക്ക് λ1 കണ്ടുപിടിച്ചാലോ? λ1 ഈക്വൽ നമുക്ക് എന്ത് കിട്ടും? λ1 ഈക്വൽ നമുക്ക് 2L എന്ന് കിട്ടി. അപ്പോൾ ന്യൂ1 ഇക്വേഷൻ കിട്ടി. യെസ്, ഫസ്റ്റ് ഹാർമോണിക് ഫ്രീക്വൻസി അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? v/2L കിട്ടി. ഇമ്പോർട്ടൻ്റ് ഡെറിവേഷൻ ആണ്. സിമ്പിൾ, 3 സിമ്പിൾ പരിപാടി കഴിഞ്ഞു. ഇനി സെക്കൻഡ് മോഡ് ഓഫ് വൈബ്രേഷൻ. ഇവിടെ നിങ്ങൾ നോക്കുക, ഒരൊറ്റ വട്ടം മാത്രം വരച്ച് വെച്ചാൽ ഇവിടെ എന്താണ്? സെക്കൻഡ് മോഡിൽ 2 പേരെ വരയ്ക്കണം, ഇതേപോലെ വരയ്ക്കണം. ഇവിടെ ഒരു വട്ടമാണെങ്കിൽ, ഇത് വട്ടമല്ല, സിമ്പിളി പറഞ്ഞുതരാൻ വേണ്ടിയാണ്. ഇവിടെ ഒരു വട്ടമാണെങ്കിൽ ഇവിടെ നിങ്ങൾ 2 വട്ടം ഇതേപോലെ വരച്ച് വെക്കുക. ഇനി സിമ്പിളാണ്, മുമ്പത്തെ പോലെ തന്നെ ഫ്രീക്വൻസി ഡിക്കേഷൻ ന്യൂ2 ഈസ് ഈക്വൽ ടു നമുക്കറിയാം v/λ2. 2 വട്ടം വരച്ചില്ലേ, അതുകൊണ്ടാണ് ന്യൂ2 വന്നത്. സെക്കൻഡ് മോഡ് ഓഫ് വൈബ്രേഷൻ ആണ്, സെക്കൻഡ് ഹാർമോണിക് ആണ്, അതുകൊണ്ടാണ് ന്യൂ2 വന്നത്. ഇവിടെ നമുക്ക് മനസ്സിലായി, യെസ്, ഇവിടെ ഒരു ഫുൾ വേവ് ഉണ്ടല്ലേ. അപ്പോൾ എൽ ഈസ് ഈക്വൽ ടു നമുക്ക് λ2 എന്ന് വിളിക്കാം. അപ്പോൾ ന്യൂ2 ഈസ് ഈക്വൽ ടു നമുക്ക് പറയാൻ പറ്റും v/λ2 വരെ എല്ല് കൊടുക്കാം. 2 കൊണ്ട് താഴെ മുകളിൽ മൾട്ടിപ്പിൾ ചെയ്ത മക്കളെ, താഴെ മുകളിൽ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്കറിയാം v/2L എന്ന് പറയുന്നത് ന്യൂ1 ആണ്. അപ്പോൾ ന്യൂ2 നമുക്ക് ഇക്വേഷൻ കിട്ടിയില്ലേ? ന്യൂ2 ഈസ് ഈക്വൽ ടു 2 × ന്യൂ1. ദിസ് ഈസ് സെക്കൻഡ് ഹാർമോണിക് ഫ്രീക്വൻസി ഈസ് ദ 2 ടൈംസ് ഓഫ് ഫസ്റ്റ് ഹാർമോണിക് ഫ്രീക്വൻസി. ഇനി നമുക്ക് തേർഡ് മോഡ് വൈബ്രേഷൻ നോക്കിയാടാ. ഇവിടെ 3 വട്ടം വരച്ച് വെക്കുക, 1 2 3 വട്ടം വരച്ച് വെക്കുക. അപ്പോൾ ഇതാണ് ലെങ്ത് എന്ന് പറയുന്നത്. എൽ ഈസ് ഈക്വൽ ടു 3 λ/3/2. ഇനി ഫ്രീക്വൻസി തേർഡ് ഹാർമോണിക് ആണ്, അപ്പോൾ ന്യൂ3 ആണ്. ന്യൂ3 ഈസ് ഈക്വൽ ടു നമുക്ക് പറയാം v/λ3. ഇവിടുന്ന് λ3 എന്തായിരിക്കും മക്കളെ? λ3 ഈസ് ഈക്വൽ ടു ഈ ഇക്വേഷൻ 2 ഇങ്ങോട്ട് മൾട്ടിപ്പിൾ ചെയ്തു, 3 ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എന്ത് കിട്ടി? 2L/3. ഇത് ഇട്ട് കൊടുത്താൽ ന്യൂ3 ഈസ് ഈക്വൽ ടു നമുക്ക് പറയാൻ പറ്റും v/λ3ക്ക് പകരം 2L/3. 3 ചാടി മുകളിൽ കയറി. എന്താണ് മക്കളെ v/2L? നമുക്കറിയാം അത് ന്യൂ1 ആണ്. അപ്പോൾ നമുക്ക് എഴുതാം ന്യൂ3 ഈസ് ഈക്വൽ ടു 3 × ന്യൂ1 എന്ന് കൊടുക്കാം. 3 × ന്യൂ1 എന്ന് കൊടുക്കാം. അപ്പോൾ തേർഡ് ഹാർമോണിക് ഫ്രീക്വൻസി 3 ടൈംസ് ഓഫ് ഫസ്റ്റ് ഹാർമോണിക് ഫ്രീക്വൻസി ആണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ റേഷ്യോ എടുത്താൽ നമ്മുടെ ഡെറിവേഷൻ കഴിഞ്ഞു. എന്ത് മോഡ് ഓഫ് വൈബ്രേഷൻ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കറിയാം ഒന്നാമത്തെ ന്യൂ1 ആണ്.
ന്യൂ 2 എന്ന് പറയുന്നത് 2 ന്യൂ 1 എന്ന് കിട്ടി, ന്യൂ 3 എന്ന് പറയുന്നത് 3 ന്യൂ 1 എന്ന് കിട്ടി, എക്സെട്ര. ന്യൂ എന്നിനെ നമുക്ക് പറയാം n ഇൻറ്റു ന്യൂ 1 ആയിരിക്കും. എങ്കിൽ ഇതിൻ്റെ റേഷ്യോ എടുത്തേ, ന്യൂ 1:2, ന്യൂ 2:2, ന്യൂ 3:2 എക്സെട്ര എന്ന് പറയുന്നത് 1:2, 2:3. എക്സാമിന് ചോദിക്കും, ഈ റേഷ്യോ പ്രൂവ് ചെയ്യാൻ ചോദിക്കും. അടിപൊളി ഡെറിവേഷൻ എഴുതി വെക്കുക. ഇതേ സെയിം ഡെറിവേഷനാണ് എവിടെ ഉണ്ടാകുന്നത്? ഓപ്പൺ പൈപ്പിനകത്ത് ഉണ്ടാകുന്നത്. ഓപ്പൺ പൈപ്പിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, ഓപ്പൺ ആയിരിക്കുന്നിടത്ത് ആൻറ്റിനോഡാണ് ഉണ്ടാകുന്നത്. ഓപ്പൺ പൈപ്പിൽ 2 എൻഡ് ഓപ്പൺ ആയിരിക്കുമല്ലോ, അപ്പോൾ ഓപ്പൺ എൻഡിൽ എപ്പോഴും ആൻറ്റിനോഡാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ ആ സ്റ്റാൻഡിങ് വേവിനകത്ത് ഏറ്റവും ബേസിക് ആയിട്ട് വരക്കാൻ പറ്റുന്ന ഫിഗർ, ഒരിക്കലും ഫസ്റ്റ് ഇവിടുന്ന് തുടങ്ങാൻ പാടില്ല. കാരണം നമുക്കറിയാം ഫസ്റ്റ് ഓപ്പണിംഗ് ആയതുകൊണ്ട് നോഡിനല്ല തുടങ്ങുന്നത്, ആൻറ്റിനോഡിൽ നിന്ന് തുടങ്ങണം. എൻഡിലും ആൻറ്റിനോഡ് ആയതുകൊണ്ട് സെക്കൻഡ് ആൻറ്റിനോഡ്. ഇത്രയും പോർഷനാണ് വരച്ചു വെക്കേണ്ടത്. ഇതിനാണ് ഫസ്റ്റ് മോഡ് ഓഫ് വൈബ്രേഷൻ എന്ന് വിളിക്കുന്നത്, ഫണ്ടമെൻ്റൽ മോഡ് അത് വിളിക്കുന്നത്. അപ്പോൾ നമ്മളതങ്ങ് വരച്ചു വെച്ചു. നമുക്കറിയാം ഒരു ആൻറ്റിനോഡ് മുതൽ അടുത്ത ആൻറ്റിനോഡുകളുടെ ഡിസ്റ്റൻസ് എന്താണ്? അത് λ/2 ആണ്. നമ്മൾ കണ്ടയാണ്, നമ്മുടെ സ്റ്റേഷൻ വേവിനകത്ത് കണ്ടയാണ്. ഒരു ആൻറ്റിനോഡ് മുതൽ അടുത്ത ആൻറ്റിനോഡ് വരെ ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഈ ഡിസ്റ്റൻസ് നമുക്കറിയാം, അത് λ/2 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് അതേപോലെ തന്നെ പറയാം. മുമ്പത്തെ ഡെറിവേഷൻ, ഇതേ ഡെറിവേഷൻ ഡിറ്റോ കോപ്പി അടിച്ചു. പടം മാത്രമേ മാറത്തുള്ളൂ, ഫിഗർ മാത്രമേ മാറത്തുള്ളൂ. ഇവിടെ എന്ത് കിട്ടി? L = λ1/2. അതേപോലെ തന്നെ നമുക്ക് ഇവിടെയും പറയാം, L = λ1/2. സെയിം ഡെറിവേഷൻ ന്യൂ 1 = v/2 എന്ന് കിട്ടും. ഇനി അതേപോലെ തന്നെ സെക്കൻഡ് മോഡ് വൈബ്രേഷൻ ആണെങ്കിലോ, നിങ്ങൾ നോക്കിയാടാ, ഇവിടെ ഒരു എക്സ് വരച്ചാൽ, അവിടെ നമ്മൾ വട്ടം നാരങ്ങയാണ് വരച്ചെങ്കിൽ ഇവിടെ എക്സ് ആണ് വരക്കേണ്ടത്. ഇവിടെ ഒരു എക്സ് വരച്ചാൽ ഇവിടെ എത്ര എക്സിനെ വരയ്ക്കുക? അടിപൊളി, 2 എക്സിനെ ഇതേപോലെ വരച്ച് വെക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ L = നമുക്ക് എന്ത് കിട്ടും മക്കളെ? λ2 എന്ന് കിട്ടുന്നതാണ്. അപ്പോൾ ന്യൂ 2 = v/λ2. അവിടെ λ2 നമുക്ക് എന്ത് എഴുതാം? L എന്ന് എഴുതാം. എങ്കിൽ ന്യൂ 2 = നമുക്ക് പറയാൻ പറ്റും yes 2 ന്യൂ 1. മുമ്പത്തെ അതേ ഡെറിവേഷൻ, ഫിഗർ മാത്രം മാറുന്നു. ഇനി മൂന്നാമത്തെ മോഡ് ഓഫ് വൈബ്രേഷൻ ആണെങ്കിലോ, ഫിഗർ മാത്രം മാറുന്നു. ഇവിടെ 3 എക്സിനെ വരച്ച് വെക്കുക, 1 2 3. മുമ്പത്തെ അതേ ഡെറിവേഷൻ അതേപോലെ കോപ്പി അടിച്ച് വെക്കുക. സിമ്പിൾ സംഗതി. അതായത് ഒരു ഡെറിവേഷൻ പഠിച്ചാൽ അടുത്ത ഡെറിവേഷൻ കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടും. പടം മാത്രം മാറ്റി വരയ്ക്കുക, ബാക്കിയെല്ലാം ഡിറ്റോ സാധനമാണ്. എന്നാൽ ക്ലോസ്ഡ് പൈപ്പിൽ ചെറിയൊരു മാറ്റമുണ്ട്, നമുക്ക് നോക്കാം. ക്ലോസ്ഡ് പൈപ്പ് ആണെങ്കിൽ ഒരെൻഡ് ഓപ്പൺ ആയിരിക്കും, ഒരെൻഡ് ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ ഓപ്പൺ എൻഡിൽ ആൻറ്റിനോഡാണ് ഉണ്ടാകുന്നത്, ക്ലോസിൽ നോഡാണ് ഉണ്ടാകുന്നത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ, ലെങ്ത് നോക്കുമ്പോൾ ഇതൊരു ചോർപ്പ് പോലെ ഇരിക്കുന്നില്ലേടാ? ഒരു ചോർപ്പ് പോലെ ഇരിക്കുന്നില്ലേ? ചോർപ്പ് എന്ന് വെച്ചാൽ ഫണലാണ്, നമ്മൾ മണ്ണെണ്ണയൊക്കെ ഒഴിക്കുന്ന സാധനം, അതുപോലെ ഇരിക്കുന്നില്ലേ? യെസ്. അതായത് നമ്മുടെ സ്റ്റാൻഡിങ് വേവിൻ്റെ പാറ്റേണിനകത്ത് ഇവിടം മുതൽ ഇവിടം വരെയുള്ള പോർഷൻ, ദിസ് ഈസ് ദ ചോർപ്പ്. ഈ പോർഷനാണ് നമുക്ക് അവിടെ കിട്ടിയത്. അത് λ1/4 ആണ്. നോഡ് മുതൽ ആൻറ്റിനോഡ് വരെ ഡിസ്റ്റൻസ് λ/4 ആണ്. അപ്പോൾ നമുക്ക് ന്യൂ 1 കണ്ടുപിടിക്കാം. ന്യൂ 1 = നമുക്കറിയാം v/λ1 ആണ്. അവിടെ λ1 = നമുക്ക് 4L എന്ന് കൊടുക്കാം. അപ്പോൾ ന്യൂ 1 = v/4L. സിമ്പിൾ ഡെറിവേഷൻ, പടം മാത്രം പഠിച്ചാൽ മതി. മുമ്പത്തെ പോലെ 3 സ്റ്റെപ്പേ ഉള്ളൂ. ഇനി സെക്കൻഡ് മോഡ് ഓഫ് വൈബ്രേഷൻ ശ്രദ്ധിക്കണം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ λ2 എന്നല്ല നമ്മൾ കൊടുക്കുന്നത്, പകരം നമ്മൾ λ3 എന്നാണ് കൊടുക്കുന്നത്. അതെന്താണെന്ന് അവസാനം നിങ്ങൾക്ക് മനസ്സിലാകുകയെ ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങൾ നോക്കിയാടാ, യെസ്, ഇവിടെ നോഡ്, ഇവിടെ ആൻറ്റിനോഡ്, ഇവിടെ നോഡ്, ആൻറ്റിനോഡ്. അതായത് ഒരു ചോർപ്പ് വരച്ചിട്ട് ഒരു എക്സ് വരയ്ക്കുക. ഇനി എല്ലായിടത്തും ഒരു എക്സിനെ കൂട്ടി വരച്ചാൽ മതി. ഇവിടെ എന്താ പ്രത്യേകത? സാധാരണഗതിയിൽ നമ്മൾ ഒരു വട്ടം വരച്ചു, അടുത്ത 2 വട്ടം വരച്ചു, അല്ലെ? ഒരു എക്സ് വരച്ചു, അടുത്തതിനകത്ത് 2 എക്സ് വരച്ചു. ഏതിനകത്താണ്? ഓപ്പൺ പൈപ്പിനകത്തും സ്ട്രെച്ചഡ് സ്ട്രിങ്ങിനകത്തും. ഇവിടെ എന്താണ്? ഇവിടെ എത്ര ചോർപ്പുണ്ട്? ഒരു ചോർപ്പ് തലതിരിച്ച് വെച്ചിരിക്കുന്നു, ഒരു ചോർപ്പ് മുകളിലോട്ട് വെച്ചിരിക്കുന്നു. അപ്പോൾ 3 ചോർപ്പുണ്ട്. ഒരു ചോർപ്പ്, 2 ചോർപ്പ്, 3 ചോർപ്പ്. ഓക്കെ, ഇവിടെ ഒരു ചോർപ്പാണെങ്കിൽ ഇവിടെ 3 ചോർപ്പ് വന്നിരിക്കുന്നത്. അതായത് ഇത് സെക്കൻഡ് ന്യൂ 2 എന്ന് എഴുതാൻ പാടില്ല. ഇവിടുത്തെ ഫ്രീക്വൻസി എഴുതുമ്പോൾ ന്യൂ 3 എന്ന് എഴുതണം. തേർഡ് ഹാർമോണിക് ഫ്രീക്വൻസി എന്ന് എഴുതണം. കാരണം സെക്കൻഡ് ഹാർമോണിക് ഫ്രീക്വൻസി ആബ്സെൻ്റ് ആണ്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. കാരണം ഇവിടെ 2 ചോർപ്പാണ്. ഓക്കെ, ഇവിടെ വെച്ച് നിൽക്കുകയാണെങ്കിൽ പരിപാടി ഓക്കെ. പക്ഷെ ഇവിടെ വെച്ച് നിൽക്കുന്നുണ്ടോ? ഇല്ല. ഇവിടെ സെക്കൻഡ് ഹാർമോണിക് ഫ്രീക്വൻസി ആബ്സെൻ്റ് ആണ്. അപ്പോൾ സെക്കൻഡ് മോഡ് ഓഫ് വൈബ്രേഷനകത്ത് നമ്മൾ ഫ്രീക്വൻസി എഴുതുമ്പോൾ ന്യൂ 3 എഴുതണം. അപ്പോൾ നമുക്ക് എഴുതാം, എന്ത് കിട്ടും? v/λ3. അവിടുന്ന് λ3 എന്ത് കിട്ടും? λ3 = 4L/3 എന്ന് കൊടുക്കാം. അപ്പോൾ ന്യൂ 3 = v/4L/3. 3 ചാടി മുകളിൽ കയറി ഓക്കെ, റെഡി. അപ്പോൾ ഈ സാധനം നമുക്കറിയാം, അത് ന്യൂ 1 ആണ്. അപ്പോൾ ന്യൂ 3 = നമുക്ക് എന്ത് കിട്ടി? 3 × ന്യൂ 1. കണ്ടോ? 3 ടൈംസ് ഓഫ് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയാണ്. അതുകൊണ്ടാണ് ഇവിടെ ന്യൂ 3 എന്ന് എഴുതിയത്.
റെഡി അല്ലേടാ മക്കളെ? റെഡി അല്ലേടാ? ഇനി തേർഡ് മോഡ് വൈബ്രേഷൻ നിങ്ങൾ നോക്കി, ഇവിടെ ലാംഡ 3 അല്ല എഴുതേണ്ടത്, പകരം ലാംഡ 5 ആണ് എഴുതേണ്ടത്. ലാംഡ 5. ഇവിടെ എത്ര ചോർപ്പുണ്ട്? ദേ 1 ചോർപ്പ്, 2 ചോർപ്പ്, 3 ചോർപ്പ്, 4 ചോർപ്പ്, 5 ചോർപ്പുണ്ടല്ലേ? അല്ലെങ്കിൽ 1 ചോർപ്പും 2 എക്സ് നിങ്ങൾ എന്ത് ചെയ്യുക? വരച്ചു വെക്കുക. അതുകൊണ്ടാണ് 5 λ/4 എന്ന് കിട്ടിയത്. ഇതേപോലെ തന്നെ നമുക്ക് ആരെ കണ്ടുപിടിക്കാം? ന്യൂ 5നെ കണ്ടുപിടിക്കാം. ന്യൂ 5 = v/λ5. അപ്പം λ5 = നമുക്ക് പറയാൻ പറ്റും 4l/5 ആണ്. അപ്പോൾ ന്യൂ 5 = v/4l/5 ചാടി മുകളിൽ കയറി. അപ്പം നമുക്ക് എഴുതാം ന്യൂ 5 = 5 ഇൻറ്റു ന്യൂ 1 എന്ന് കൊടുക്കാം. 5. റെഡിയല്ലേ? ഇതാണ് സംഗതി. ഇതേപോലെ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ അങ്ങോട്ട് വിശ്വസിക്കുകയാണ്. എങ്കിൽ ഇവിടെ നമുക്ക് അടുത്ത് നോക്കാനായിട്ടുള്ള, ഇവിടെ നമുക്ക് റേഷ്യോ എടുത്ത് നോക്കാം. ന്യൂ 1 ന്യൂ 2 ന്യൂ 3 എന്ന് പറയുന്നത് 1:3:5 ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാക്കാൻ ഓപ്പൺ പൈപ്പാണ് പ്രിഫർ ചെയ്യുന്നത്. ക്ലോസ്ഡ് പൈപ്പിനകത്ത് ഓഡ് ഈവൻ ഹാർമോണിക്സ് ആബ്സെൻ്റ് ആണ്. അല്ലേ? ക്ലോസ്ഡ് പൈപ്പിനകത്ത് എന്ത് മാത്രമേ ഉള്ളൂ? ഓഡ് ഹാർമോണിക്സ് മാത്രമേ ഉള്ളൂ, ഈവൻ ഹാർമോണിക്സ് ഇല്ല. പക്ഷെ ഓപ്പൺ പൈപ്പിനകത്ത് ന്യൂ 1 കഴിഞ്ഞാൽ 2 ന്യൂ 1 ആണ് അടുത്ത് വരുന്നത്, അടുത്ത 3 ന്യൂ 1 ആണ്. ഇവിടെ അങ്ങനെയല്ല. ന്യൂ 1 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 3 ന്യൂ 1 ആണ്, 5 ന്യൂ 1 ആണ്, 7 ന്യൂ 1 ആണ്. ഈവൻ ഹാർമോണിക്സ് ഒന്നുമില്ല. അതുകൊണ്ട് ഓപ്പൺ പൈപ്പാണ് നമ്മൾ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാക്കാൻ പ്രിഫർ ചെയ്യുന്നത്. ഇനി ചാപ്റ്ററിലെ അവസാന ടോപ്പിക്കാണ് ബീഡ്സ്. എന്താണ് ബീഡ്സ് എന്ന് നോക്കിയാടാ? ബീഡ്സ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഒരേ ഡയറക്ഷനിൽ പോകുന്ന, ഒരേ ആംപ്ലിറ്റ്യൂഡുള്ള എന്നാൽ സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയുള്ള 2 വേവുകൾ തമ്മിൽ സൂപ്പറിമ്പോസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ബീഡ്സ് ഉണ്ടാകുന്നത്. യെസ്, നോക്കടാ, അവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ബീറ്റ് ഫ്രീക്വൻസി. അതായത് 2 വേവ് ഉണ്ട്. ഒന്നാമത്തെ വേവിൻ്റെ ഫ്രീക്വൻസി ന്യൂ 1, രണ്ടാമത്തെ വേവിൻ്റെ ഫ്രീക്വൻസി ന്യൂ 2 ആണെങ്കിൽ ബീറ്റ് ഫ്രീക്വൻസി എക്സാമിന് ചോദിക്കും. ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ന്യൂ 1 മൈനസ് എന്താണ്? ന്യൂ 2 ആണ്. മോഡുലസ് ഓഫ് ന്യൂ 1 മൈനസ് ന്യൂ 2 ആണ് ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ട് പോകേണ്ടത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനകത്തൊക്കെ ചോദിച്ചിരിക്കുന്ന ഇതുമായിട്ട് റിലേറ്റഡുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. പറ്റുന്നവരുണ്ടെങ്കിൽ ആ ലാപ്ലാസും അതേപോലെ ന്യൂട്ടൺ ഫോർമുല എന്ത് ചെയ്യുക? ഒന്ന് പഠിച്ചിട്ട് പോവുക. ലാപ്ലാസ് കറക്ഷനും ന്യൂട്ടൺ ഫോർമുലയും. അപ്പോൾ ഈ ചാപ്റ്റർ ഇത്രയും കാര്യങ്ങളെങ്കിലും മിനിമം നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചിട്ട് പോകണം. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കും, ഉഷാറായിട്ട് പഠിക്കുക. ലൈവുകളുമായിട്ട് നമ്മൾ വരുന്നുണ്ടായിരിക്കും. നമുക്ക് ഈ ചാപ്റ്റർ സെറ്റാക്കണം. അപ്പോൾ ഇതിൻ്റെ ലൈവ് ഇന്ന് 7 മണിക്കുണ്ട്. എല്ലാവരും എന്ത് ചെയ്യുക? ആ ലൈവ് കയറി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മക്കളെ എല്ലാവർക്കും ബൈ.